Hello, good morning all. Good morning. Good morning. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഖദീജ മാം ആണ്. മാം ഇമോഷണൽ ലാംഗ്വേജ് എന്നൊരു ടോപ്പിക്കിലാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. മാം സൈക്കോളജിക്കൽ കൗൺസിലറും മെന്ററുമാണ്. ഖദീജ മാമിനെ ഈ ഒരു ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. Thank you, Sajna ma'am. Good morning, all. Very good morning. സുഖാണോ എല്ലാവർക്കും? Yes. Hoping the same with you. Nice. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം അല്ലേ? സജ്ന മാം എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖദീജ എന്ന പേര്, കണ്ണൂരാണ് കേട്ടോ വീട്. ക്ലാസ്സിലോട്ട് വന്ന എല്ലാവർക്കും സ്വാഗതമുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഡേ എല്ലാവർക്കും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഇമോഷണൽ ലാംഗ്വേജിനെ പറ്റിയിട്ടായിരുന്നു പറയാൻ വിചാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ഒരു ലാംഗ്വേജ് ഉണ്ടാവും അല്ലേ? എല്ലാ വ്യക്തികൾക്കും പേഴ്സണലി ഒരു ലാംഗ്വേജ് ഉണ്ടാവും. സ്നേഹമായാലും മറ്റുള്ള ഇമോഷൻസ് ആയാലും എക്സ്പ്രസ് ചെയ്യുന്ന രീതി. അപ്പൊ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മളോട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലേ, അതിനാണ് നമ്മൾ ഇമോഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ഇമോഷണൽ ലാംഗ്വേജ് ആണ് നമ്മൾ ലവ് ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? ലവ് ലാംഗ്വേജ് കേട്ടിട്ടില്ലേ? എല്ലാവർക്കും ഒരു ലവ് ലാംഗ്വേജ് ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഈ ലവ് ലാംഗ്വേജ് ഒരു ബുക്ക് തന്നെ ഉണ്ടല്ലേ, കേട്ടിട്ടുണ്ടോ? ദി 5 ലവ് ലാംഗ്വേജസ് എന്നാണ് ബുക്കിന്റെ പേര്. അപ്പൊ അതിന്റെ ഓഥർ ഗ്യാരി ചാപ്മാൻ എന്നാണ്. 22 മില്യൺ കോപ്പികളാണ് വിറ്റഴിഞ്ഞു പോയത്. അല്ലെ, ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതിൽ പറയുന്ന 5 ടൈപ്പ് ഓഫ് ലവ് ലാംഗ്വേജസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് വരുന്നത് വേർഡ്സ് ആണ്. അപ്പൊ 5 ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് ഫസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ വേർഡ്സ്, അതുപോലെ തന്നെ ടൈം, പിന്നെ ടച്ച്, സർവീസ്, അതുപോലെ ഗിഫ്റ്റ്. 5 നമുക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാവുമല്ലോ അല്ലെ? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ ഇത് പറയുമ്പോൾ നമുക്ക് നമ്മളെ ലവ് ലാംഗ്വേജസ് എന്താണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് തിരിച്ചറിയും. അപ്പൊ വേർഡ്സ് ഓഫ് അഫർമേഷൻ, അതായത് നല്ല വാക്കുകൾ പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നവര്. ഈ കാറ്റഗറിയിലുള്ളവരുടെ പ്രത്യേകത അങ്ങനെയാണ്. അവർക്ക് എപ്പോഴും നല്ല വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നതും അവർ പോസിറ്റീവായിട്ടുള്ള നല്ല വാക്കുകളായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ ഇന്നലെ എൻ്റെ അടുത്ത് ആരെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞു, ഇനി ഇപ്പോഴൊന്നും പറയണ്ട, അങ്ങനെയല്ല. അവർക്ക് എന്നും കേട്ടുകൊണ്ടിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞ ചില ആൾക്കാർ, ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ചില ആൾക്കാർ കൂടെ ഇങ്ങനെ കൂടെ ഉള്ളവരോട് ചോദിക്കും അല്ലെ, എന്നെ കൊള്ളാമോ, അല്ലെങ്കിൽ ഇങ്ങനെ മതിയോ? ഒരു ഡ്രസ്സ് ഇട്ടാൽ പോലും അവർ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അവർക്ക് നല്ലത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. എന്തൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് റെഡി ആയിട്ടുണ്ടോ, ഇത് കൊള്ളാമോ? അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അവര് പിന്നെ പ്രശംസ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആശംസ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രശംസ ആശ്വാസം ആഗ്രഹിക്കുന്നുണ്ട്. പ്രശംസ എങ്ങനെയാണ്? അവർ എന്തൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു എക്സാമ്പിൾ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിൽ, ഇതൊക്കെ അവർക്ക് അവരൊന്ന് അഭിനന്ദിച്ചിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നീ നന്നായിട്ടുണ്ട്, സൂപ്പറാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ, അവരെ കഴിവുകളെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അവരെ നല്ല സൈഡിനെ ബൂസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലുള്ള സമയത്ത് അവർ വാക്കുകളിലൂടെയുള്ള ആശ്വാസമാണ് തേടിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കിട്ടിയാലേ അവർക്ക് സമാധാനം, വേറൊന്നും
ബാക്കിയുള്ള ഒരു ഇതും കിട്ടിയിട്ട് കാര്യമില്ല, അവർക്ക് നല്ല വാക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്താ വേണ്ടത്, അവരെ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് ആ വേർഡ്സിന്റെ നല്ല പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മളെ വേണ്ടപ്പെട്ടവര്, അത് പാർട്ട്ണറോ അല്ലെങ്കിൽ മക്കളോ പേരൻസോ ആരെങ്കിലും ആയിക്കോട്ടെ, ഫ്രണ്ട്സോ, നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിക്കോട്ടെ, അവര് വേർഡ്സ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്, അവരെ ആ ഒരു രീതിയിലേക്ക് നല്ല നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവരെ അഭിനന്ദിച്ചിട്ട് അവർക്ക് വാക്കുകൾ കൊണ്ട് കൂടെ നിന്നിട്ട്, ഇപ്പൊ കൗൺസിലേഴ്സിന്റെ അടുത്ത് തന്നെ വരുന്നത് എങ്ങനെയാണ്, ഒരാശ്വാസം തേടിയിട്ടാണല്ലേ. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അവരെ കേൾക്കാനോ അല്ലെങ്കിൽ അവർക്ക് പറയാനോ ഉള്ള ആ ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് അവരെ മൈൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ വിങ്ങിയിട്ടാണ് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നത് അല്ലേ. അപ്പൊ ഈ വേർഡ്സ് ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത ഇതാണ്. അപ്പൊ ഇന്നലെ നമ്മള് അല്ലെങ്കിൽ മുന്നേ ഐ ലവ് യു എന്ന് പറഞ്ഞു, എന്നിട്ട് അതിന് കുറേ ദിവസത്തേക്ക് എനിക്ക് കേൾക്കണ്ട അങ്ങനെയൊന്നും വിചാരിക്കൂല. അവർക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. നമ്മളെ മക്കൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ അവരോട് ഇടയ്ക്കിടയ്ക്കേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടികളോട് നിന്നെ എന്ത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നീ എൻ്റെ ജീവനാണ്, ഇങ്ങനൊക്കെ പറഞ്ഞോക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ല അവരെ മുഖത്തുണ്ടാവുക. അതേപോലെ തന്നെ പാർട്ട്ണർ എടുത്ത് വാക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ അടിപൊളിയാണ്, കൊള്ളാം, നീ ചെയ്ത കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല വേറൊന്നും വേണ്ട, അവർക്ക് അതാണ് ഹാപ്പിനെസ്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ വരുന്നതാണ് ടൈം, ക്വാളിറ്റി ടൈം. ഇത് മിക്ക ആൾക്കാർക്കും ഉള്ളൊരു പരാതിയാണല്ലേ, ടൈം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരെടുത്ത് നിന്ന് ടൈം തരുന്നില്ല എന്നുള്ള ഒരു പരാതി മിക്ക ആൾക്കാർക്കും ഉള്ളതാണ്. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്, നമ്മളെ ടൈം തന്നെയാണ് അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ടൈം. വെറുതെ ഒന്ന് അവരെ കേട്ടാൽ മതി, അല്ലെങ്കിൽ അവരെ കൂടെ ഇരുന്നാൽ മതി. ഇപ്പൊ കിച്ചണിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വൈഫിന്റെ കൂടെ ഹസ്ബൻഡ് വെറുതെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണല്ലേ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ട, അല്ലെങ്കിൽ എനിക്ക് ഒരു വർക്കും ചെയ്തു തരണ്ട, ഒന്ന് കൂടെ ഇരുന്നാൽ മതി, ആ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ ഒന്ന് പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ മതി. ആ ഒരു ചിന്തയാണ് ഈ ടൈപ്പിലുള്ളവർക്ക് ഉണ്ടാവുക അല്ലെ, ലവ് ലാംഗ്വേജസ് ടൈമിലുള്ളവർക്ക് ഉണ്ടാവുക. അപ്പൊ അവർക്ക് അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് എത്ര പറഞ്ഞാലും അവർക്ക് മതി വരൂല അല്ലെ. ചില വ്യക്തികളെ നമുക്ക് എത്ര കേട്ടാലും അടുക്കൂല, അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും അടുക്കാത്തവരുണ്ടാവും, ബോറടിക്കാത്തവരല്ലേ. അപ്പൊ അവരെ ലാംഗ്വേജസ് ഏതാണ്, ഈ ടൈമാണ്. അപ്പൊ അവരെ കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കുക അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നിച്ചാൽ അവര് ഹാപ്പിയാണ്. പറയുന്നതൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം നമ്മളല്ലേ. അപ്പോഴാണ് അവർക്ക് ഒരു ഹാപ്പിനെസ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ കെയർ വേണം, അതുപോലെ അറ്റൻഷൻ വേണം, പ്രയോറിറ്റി കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് അതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. നമ്മൾ ആ ടൈം നല്ല ടൈം ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മക്കളുടെ കൂടെ ഒക്കെ ഒരുപാട് ടൈം നമ്മൾ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും മക്കൾക്ക് നമ്മളോടൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മളെ പ്രിയപ്പെട്ടവരെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹസ്ബൻഡിനായാലും വൈഫിനായാലും ഈ ടൈം കൊടുക്കുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ കൂടി അവിടെ ഉണ്ടല്ലേ. എന്നെ കെയർ ചെയ്യുന്നില്ല, അല്ല എനിക്കൊരു പ്രയോറിറ്റിയും തരുന്നില്ല, ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ നോക്കുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ പരാതികൾ കുറയുന്ന ഒരു കാര്യം കൂടിയാണ് ടൈം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താലും നമ്മളെ വേണ്ടപ്പെട്ടവരെ കൂടെ നമുക്കൊരു ഇത്തിരി നേരം ഇരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ കേൾക്കാനോ അവരെ മനസ്സിലാക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം ഉണ്ടാവും അല്ലെ. എന്തൊക്കെ ഹാപ്പിനെസ് ഉണ്ടായിട്ട് എന്താ, ഒറ്റക്കായ ഒരു ഫീലിംഗ് തോന്നാറുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക്. അപ്പൊ ഈ ടൈം ഇങ്ങനെയുള്ള ടൈപ്പ് ഉള്ളവർക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ദിവസം
ഇത്തിരി നേരം അവരെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് അവരെ കേൾക്കാനും മനസ്സിലാക്കാനും അവർക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയുള്ള ടൈപ്പ് ആണെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പം ആ ഒരു രീതിയിലുള്ളവരാണ് ഈ ടൈപ്പിലുള്ളവരാണ് ടൈമിൽ വരുന്നത് അല്ലേ. ഇനി തേർഡ് വരുന്നത് ടച്ച് ആണ്. ടച്ച് എന്ന് പറയുന്ന ഫിസിക്കൽ കണക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടച്ച് ഉള്ളവരുടെ പ്രത്യേകത എന്താണ്? അവർക്കെന്നും ടച്ച് ചെയ്തിട്ട് ഇപ്പൊ ചില മുതിർന്ന ആൾക്കാരായാലും കയ്യിൽ പിടിച്ച് തൂങ്ങിയിട്ട് നടന്നാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ അവർക്ക് ഒറ്റക്ക് നടക്കാൻ അറിയാനിട്ടോ, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും എന്തിനാ എപ്പോഴും ഇങ്ങനെ കൈ കോർത്ത് നടക്കുന്നത് എന്നൊക്കെ. പക്ഷെ അവരെ ലവ് ലാംഗ്വേജസ് എന്താണ് വരുന്നത്? ടച്ചാണ് അവിടെ വരുന്നത്. അത് കിട്ടിയാലേ അവർക്ക് സമാധാനം ഉണ്ടാവും, അത് കിട്ടിയാലേ അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പൊ നമ്മളെ മക്കളെ ആയാലും അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരെ ആയാലും ഒരു ഹഗ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ചേഞ്ചസ് അവരെ പിന്നീട് അവരുടെ ഓരോ ദിവസങ്ങളിൽ വരാറുണ്ടല്ലേ. അപ്പൊ നമ്മൾ പാരന്റിങ്ങിന്റെ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ്, പുറത്തോട്ട് പോകുമ്പോൾ നമ്മളെ ആരും പുറത്തോട്ട് പോകുമ്പോഴും അവരൊന്ന് ഹഗ് ചെയ്തിട്ട് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വിടണം. വന്നു കഴിഞ്ഞാലും നമ്മൾ അതുപോലെ അവരെ സ്വീകരിക്കണം എന്നൊക്കെ അല്ലേ. എന്തിനാണത്? ആ ഒരു ഫിസിക്കൽ ടച്ച് ഉണ്ടാവുന്നത് നമ്മളെ മൈൻഡിന് അല്ലെങ്കിൽ നമ്മളെ ഇമോഷൻസിന് ഒരുപാട് നല്ല രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബോണ്ട് എപ്പോഴും നല്ല രീതിയിൽ പോവാൻ വേണ്ടിയിട്ട് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള നല്ലൊരു കണക്ഷൻ മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് വേറൊന്നും നല്ല വാക്കുകൾ കുറെ കേട്ടിട്ടോ അല്ലെങ്കിൽ അവരെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. ഒന്ന് ടച്ച് ചെയ്യണം. ഒരു നല്ല കാര്യങ്ങൾ എന്തെങ്കിലും അവരെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് തട്ടിയിട്ട് പിന്നെ സൂപ്പറാണ് എന്ന് നമ്മളൊന്ന് അഭിനന്ദിക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവരെ ഒരുപാട് കേൾക്കണമെന്നോ അല്ല അവരെ ഒരുപാട് ഇങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ അവരെ കൂടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊന്നും അവർക്ക് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പോട്ടെ സാരയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് പുറത്ത് തട്ടുന്നതിലൂടെ അവർ ഓക്കെ ആവും അല്ലേ. ആ ഒരു ഹഗ്ഗിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചേർത്ത് പിടിക്കലൂടെ അവരെന്നും ആഗ്രഹിക്കുന്നത് എന്താണ്? ചേർത്ത് പിടിക്കലാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ചേർത്ത് നിർത്തണം. ടച്ച് ലവ് ലാംഗ്വേജസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത ഇതാണ്. അതുപോലെ തന്നെ അവര് എപ്പോഴും ഒറ്റക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും അവരിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ പിടിച്ച് തൂങ്ങിയിട്ട് നടക്കുക, കൈ കോർത്ത് നടക്കുക, ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് നടക്കുക, എന്ത് കാര്യങ്ങളും അവർ ചേർന്ന് നിന്നിട്ട് ചെയ്താലാണ് അവർക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ അവര് കൈകോർത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കുറെ സംസാരിച്ചെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് കുറെ ടൈം കൊടുത്തെന്ന് വിചാരിച്ചിട്ടോ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ. അവര് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ആ ഒരു കൈ കോർത്ത് പിടിച്ചതിലാണ് അവരെ മൈൻഡ് മൊത്തം പോകുന്നത്. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒരു സങ്കടം വരുന്ന സമയത്ത് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവര് ആരെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവരൊരിക്കലും കുറെ ആശ്വാസ വാക്കുകളൊന്നും ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഓക്കെ ആണോ, അല്ലെങ്കിൽ നീ ഓക്കെ ആവ്, റെഡി ആവും, ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആണല്ലേ. ചില ആൾക്കാര് കണ്ടിട്ടുണ്ട്, നമുക്ക് കരച്ചിലൊക്കെ വന്നിട്ട് അതൊന്ന് പുറത്തോട്ട് കരയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോഴെങ്ങനെയെങ്കിലും ഒന്ന് കരഞ്ഞിട്ട് ആ ഒരു സങ്കടം അങ്ങ് തീർക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പൊ അവരതുവരെ മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പൊ പ്രിയപ്പെട്ടവരാ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടങ്ങൾ ഇങ്ങനെ അത്രയും അവര് ആ ഒരു ആഘാതമായിട്ടിരിക്കുന്ന സമയത്ത് അവര് കരയാൻ പോലും മറന്നിട്ട് അല്ലെങ്കിൽ മരവിച്ചിരിക്കുന്ന സമയത്ത് വേണ്ടപ്പെട്ട ആരെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരൊന്ന് ടച്ച് ചെയ്യുന്നതിലൂടെ
അവരെ ഇമോഷൻസ് മൊത്തം പുറത്തോട്ട് ഒഴുകിയിട്ട് നിങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? അപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്നവരുടെ ടച്ചിൽ വരുന്നവരുടെ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഇനി നാലാമത്തത് ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് ചില വ്യക്തികൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് തന്നെ വേണ്ടി വരും അല്ലേ? അവരാഗ്രഹിക്കുന്നത്, കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നതും എന്താണ്? സർപ്രൈസ് വേണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മാത്രമാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ചില ആൾക്കാരെ നമ്മളെപ്പോഴും കാണുന്നതാണ്, എന്തെങ്കിലും അവർക്കൊരു കാര്യം ഉണ്ടെങ്കിൽ പാർട്ടി വേണം, അല്ലെങ്കിൽ എനിക്ക് എന്ത് സർപ്രൈസാ തരിക, അല്ലെങ്കിൽ നിന്റെ വക എനിക്ക് എന്താ ഗിഫ്റ്റ് തരിക. അവരൊരിക്കലും വേറൊന്നും ആവശ്യപ്പെടുന്നില്ല അല്ലേ? എനിക്ക് നീ കുറച്ച് ടൈം തരുമോന്നോ, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കുന്നോ, എന്നോട് കുറച്ച് സംസാരിക്കുന്നോ ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല. അവരെ മൈൻഡിലൂടെ ഫസ്റ്റ് പോകുന്നത് എന്താ? ഒരു നല്ല അവസരങ്ങള് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് ഞാൻ എന്ത് കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് എന്താ അവര് കിട്ടും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലോട്ടാണ് അവർ വന്നിട്ടും കാര്യമില്ല. ഈ ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഗിഫ്റ്റ് ആവണമെന്നില്ല, ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ചില കുട്ടികൾക്കൊക്കെ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് ഇപ്പൊ അച്ഛനമ്മമാര് പുറത്തു പോയിട്ട് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയിട്ട് വരികയാണെങ്കിലോ, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അവരെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ? അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതോടുകൂടിയിട്ട് ഫുള്ള് മൂഡ് ഓഫ് ആയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എന്തെങ്കിലും അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതെനിക്ക് കിട്ടണം എന്ന്. അല്ലെങ്കിൽ മുതിർന്നവരായാൽ പോലും എൻ്റെ പാർട്ട്ണർ അടുത്തുനിന്ന് അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആളെടുത്തുനിന്ന് എനിക്ക് കിട്ടണം, ഗിഫ്റ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു ടൈപ്പിലുള്ളവരാണ് ഇങ്ങനെ ഉണ്ടാവുക. കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും അവരങ്ങനെ ആയിരിക്കും. ഞാൻ എന്താ കൊടുക്കുക, ഫസ്റ്റ് ആലോചനയിൽ വരുന്നത് തന്നെ അങ്ങനെ ആയിരിക്കും, ഞാൻ എന്താ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല. അവർക്ക് കൊടുക്കേണ്ടത് ഗിഫ്റ്റ് കൊടുത്താൽ മാത്രമാണ് അവരെ ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ അല്ലേ? അതുപോലെ തന്നെ അടുത്ത വരുന്നതാണ് സർവീസ്. സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കുറെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഭർത്താവിനായാലും അല്ലെങ്കിൽ ഭാര്യക്കായാലും മക്കൾക്കായാലും കൂടെ നിന്നിട്ട് ചെയ്യണം. നമ്മളൊരു നിഴല് പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം അങ്ങനെ ഉണ്ട് അത്രത്തോളം അവർക്ക് ഹാപ്പി ആയിരിക്കും അല്ലെ ഉണ്ടാവാം. ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ഹോംവർക്ക് ചെയ്യണമെങ്കിൽ കൂടെ തന്നെ ഇരിക്കണം. അവിടെ നിന്ന് പേരൻസ് എഴുന്നേറ്റ് പോകുമ്പോൾ അവരതവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് വെയിറ്റ് ചെയ്യും നമ്മൾ പിന്നെയും വരുന്നത് വരെ അല്ലെ. അനങ്ങൂല അവര്. നമ്മൾ ചെയ്തു കൊടുക്കൊന്നും വേണ്ട, പക്ഷെ ചെയ്തു കൊടുത്താലേ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊരു ഹോംവർക്ക് ആയാലും അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് വരക്കുകയാണെങ്കിൽ എല്ലാറ്റിനും കൂടെ നിൽക്കണം. കുട്ടികൾ കളിക്കുന്ന ഒരു ടൈമാണെങ്കിൽ കൂടെ നമ്മൾ അവരെ കൂടെ നിന്നിട്ട് അവരെ കൂടെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആ ഒരു കാറ്റഗറിയിൽ ഉള്ളവരുടെ പ്രത്യേകത അതാണ്. അതുപോലെ തന്നെ വൈഫ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാറ്റിനും ഇങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അത് ചെയ്ത് തരുമോ ഇത് ചെയ്ത് തരുമോ ചോദിക്കുന്ന പല ആൾക്കാരെയും കാണാറില്ലേ നമ്മള്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താല് ഉണ്ടാവും, എനിക്ക് വേറൊന്നും വേണ്ട, കുറച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി, അല്ലെങ്കിൽ അതൊന്ന് എടുത്തു വെച്ച് തന്നാൽ മതി. എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് കട്ട് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ആ വെജിറ്റബിൾ ഒന്ന് കഴുകി തരുമോ, അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്തു തരുമോ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് അവര് ചെയ്യുന്നതും അതാണ്, മറ്റുള്ളവരുടെ അടുത്തുനിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നതും അതാണ്. അതുപോലെ ചില ഹസ്ബൻഡിനൊക്കെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കണം അല്ലെ. അതെന്തുകൊണ്ടാണ്? അവർ പല വീടുകളിൽ കാണാറുണ്ട്, എല്ലാ കാര്യങ്ങളും അവർക്ക് രാവിലെ ബ്രഷ് ചെയ്യണമെങ്കിൽ അതെടുത്ത് പിന്നെ കയ്യിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കണം. ഇതൊന്നും അവർക്ക് അറിയാനിട്ടല്ല. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ഒരു ഓവർ ലവ് ഉണ്ടാവുന്ന സമയത്ത് പരസ്പരം ചെയ്തു കൊടുക്കും. പക്ഷെ കുറെ കഴിഞ്ഞിട്ടും അവർക്ക് അതൊരു ശീലം പോലെ, കാരണം അവരുടെ ലവ് ലാംഗ്വേജ് എന്താണ് വരുന്നത്?
ഈ ഒരു സർവീസിലാണ് അവർ വരുന്നത് അല്ലേ. അപ്പൊ എന്തെങ്കിലും ഇപ്പോ വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയ ഹെൽപ്പ്, പേപ്പർ വർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഹസ്ബൻഡ് തിരിച്ചും വൈഫിന് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഹാപ്പിയാണ്, വേറൊന്നും അവർക്ക് വേണ്ട. അപ്പൊ ഈ ഒരു 5 കാറ്റഗറിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലേ, എന്തായിരിക്കും എൻ്റെ ലവ് ലാംഗ്വേജ്, എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? എന്ത് കിട്ടിയാലാണ് നമ്മൾ കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നല്ല വാക്കുകൾ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണോ? നല്ല വാക്കുകൾ കൊടുക്കാൻ പറ്റിയാൽ ഞാൻ ഹാപ്പിയാണോ? അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ടൈമാണോ? കുറേ നേരം എൻ്റെ ഇഷ്ടപ്പെട്ടവര് അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവര് നമ്മളെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണോ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക? അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് അങ്ങനെ കൊടുത്താലാണോ ഹാപ്പിനെസ് ഉണ്ടാവുക? അതുപോലെ തന്നെ ടച്ച്, എപ്പോഴും ചേർന്ന് നിൽക്കുക, എന്ത് കാര്യത്തിനും എന്താ പറയാ, നമ്മളെ ഫിസിക്കലി ആ ഒരു ടച്ച്, ഹഗ്, ഇതൊക്കെ കിട്ടണം എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക. എനിക്ക് കുറെ വാക്കുകളോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാലോ ഒന്നും എന്നെ ഹാപ്പി ആക്കാൻ പറ്റൂല, എന്നൊന്ന് ടച്ച് ചെയ്യണം, അപ്പോഴാണ് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുക. അങ്ങനെയുള്ളവരുണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് വേറൊന്നും വേണ്ട, എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ തന്നിട്ട് എന്നെ ഒന്നങ്ങ് സന്തോഷിപ്പിച്ചാൽ മതി എന്നുള്ളവരുണ്ടാവാം. അതേപോലെ തന്നെ വേറൊന്നും ചെയ്തെന്നില്ലെങ്കിൽ എനിക്ക് ഇത്തിരി ഹെൽപ്പൊക്കെ ചെയ്ത് തന്നാൽ ഞാൻ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഒരു പരാതി ഉണ്ടാവില്ല, ഞാൻ ഒറ്റക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള തോന്നൽ ഉണ്ടാവൂല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലേ. അപ്പൊ നിങ്ങളൊക്കെ ലവ് ലാംഗ്വേജ് ഏതാണ്? ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറെ പേര് ഇവിടെ മൈക്കൊക്കെ എടുത്ത് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എനിക്കൊരു എന്താ പറയുക, ഒരു ആഗ്രഹം, എല്ലാവരുടെ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കോ, ഡിഫറൻസ് ആയിരിക്കും? എന്തായാലും ഒരാഗ്രഹം എന്നാലും. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. യെസ്, ലവ് ലാംഗ്വേജിനെ പറ്റി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. 5 ലാംഗ്വേജസും ആക്ച്വലി എല്ലാവർക്കും ഈ 5 ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ഏതാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ദാറ്റ് നമുക്ക് ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വെൻ യു നോ ദാറ്റ് ആ കൂടെയുള്ള ആൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ ഇപ്പം ഗിഫ്റ്റ് കിട്ടാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക്, ഇഷ്ടമില്ല എന്നല്ല, ഗിഫ്റ്റ് കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ ഗിഫ്റ്റിനെക്കാട്ടി കൂടുതൽ ടച്ച് ഇഷ്ടമുള്ളവർക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തില്ലെങ്കിലും ആ ഒരു ടച്ചിൽ കൂടി അവർക്ക് വളരെ സന്തോഷം കൊടുക്കാൻ പറ്റും. അപ്പൊ ശരിക്കും അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സോ ദാറ്റ് വി നോ വാട്ട് റിയലി മേക്സ് ദം ഹാപ്പി എന്നുള്ളത്. ബട്ട് എവറിബഡി വിൽ ഹാവ് 5 ഉണ്ടാവും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വാട്ട് റിയലി മേക്സ് ദം ഹാപ്പി എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പൊ എന്താണ് ചോദിച്ചില്ലേ, എൻ്റെ ഇത് ടൈം തന്നെയാണ്. ഐ റിയലി എൻജോയ് ഇറ്റ് ടു സ്പെൻഡ് ടൈം വിത്ത് those who care and those we care as well and those I care as well. So പിന്നെ ടച്ചും ഇഷ്ടമാണ്. എല്ലാം ഉണ്ട്. പിന്നെ സർവീസ് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നതോ ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പീനട്സ് വലിയ ഇഷ്ടമാണ്. അപ്പം പീനട്സ് മേടിച്ചുകൊണ്ട് തരുവാണെങ്കിൽ വളരെ ചെറിയ ചിലവുള്ള ഒരു സാധനമാണ്. പക്ഷെ 10 രൂപയുടെ കപ്പലണ്ടി ഈ കോണി കിട്ടത്തില്ലേ, അത് മേടിച്ചുകൊണ്ട് തന്നാൽ ദാറ്റ് റിയലി മേക്സ് മീ ഹാപ്പി എന്ന് പറഞ്ഞ പോലെ. Different love languages, we really need to understand that and keep our relationship going good, so that മറ്റൊരാളിനെ നമുക്ക് ചെറിയ സംഭവത്തിൽ കൂടി, അത് മനസ്സിലാക്കിയിരുന്ന ചെറിയ കാര്യത്തിൽ കൂടി തന്നെ നമുക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റും. സോ നല്ലൊരു ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പല പ്രാവശ്യം നമ്മൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ളത് കൊണ്ട്. ബട്ട് just like all other topics, this is also a very good reminder. Thank you very much. Congratulations.
താങ്ക് യു മാം. നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ തന്നെയാണല്ലേ. കമ്മ്യൂണിക്കേഷൻ ചെയ്താലേ നമുക്കിത് മനസ്സിലാവും. അല്ലാതെ നമ്മൾ കൂടെ ഉള്ളവരുടെ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. എന്നാലാണ് അവരെന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവരുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതുപോലെ ഈ മാം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 5ഉം വേണ്ടത് തന്നെയാണല്ലേ. നമുക്ക് ടച്ച് വേണ്ടതില്ല, വേർഡ്സ് വേണ്ടതില്ല, ടൈം വേണം, അതുപോലെ സർവീസ്, ഗിഫ്റ്റ്, ഇതൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഒരു പ്രയോറിറ്റി ഉണ്ടാവും ഏതാണ്. അപ്പൊ എന്റേത് ടച്ച് തന്നെയാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച എനിക്ക് ടൈം കുറെ സംസാരിച്ചിട്ട് എന്നെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ കുറെ കേൾക്കുന്നവരൊക്കെ ആണെങ്കിൽ അതാണ് എനിക്കൊരു ഹാപ്പിനെസ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഗിഫ്റ്റ് ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടേ ഇല്ല. എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും എനിക്ക് ഒന്നും ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ സർവീസ്, അതൊന്നും എനിക്ക് തീരെ ഞാൻ ആഗ്രഹിക്കുന്നും കൂടിയില്ല. പക്ഷെ ടൈമും എനിക്ക് വേണം, അതുപോലെ തന്നെ ടച്ച് വേണം, വേർഡ്സ്, ഇത് 3ഉം തന്നെയാണ് ഞാൻ പ്രയോറിറ്റി കൊടുത്തത്. പക്ഷെ അതിനേക്കാളും എനിക്ക് അതിലൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടച്ച് തന്നെയാണ്. അപ്പൊ നമ്മൾ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഹാപ്പിനെസ് ആയാലും നമുക്ക് സാഡ് ആവുന്ന സമയത്തായാലും മനസ്സിലാക്കി വന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് കുറെ വാക്കുകൾ കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വാക്കുകൾ നല്ല പ്രചോദനമായിരിക്കും അല്ലെ, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒരു വേർഡ്സിനെ കൊണ്ട് ലൈഫ് തന്നെ ചേഞ്ച് ആയ എത്രയോ സ്റ്റോറി നമ്മൾ എക്സ്പീരിയൻസിലൂടെ കേട്ടതാണ്. പക്ഷെ ആദ്യമൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അത് നല്ലതായാലും അതിന്റെ നെഗറ്റീവ് സൈഡ് ആയാലും അപ്പോഴാണ് തിരിച്ചറിയുന്നത് നമുക്ക് വേറൊന്നും വേണ്ട, ഒന്നും ഓക്കെ ആണോ അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുന്നതിലൂടെ അവരൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമുക്ക് കുറേ ടൈം തന്ന് കേട്ടിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതാണ് ഹാപ്പിനെസ് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അതുപോലെ കുറെ എല്ലാവർക്കും ഓരോരോ ടൈപ്പ് ഉണ്ടാവും. അപ്പൊ മാം പറഞ്ഞു, ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഹലോ ഖദീജ മാം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് എവരിവൺ. മാം പറഞ്ഞത് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കോമൺ ടോപ്പിക് ആണ് എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. കാരണം ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഇടയ്ക്ക് എല്ലാവരെയും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇമോഷണൽ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. ഇതിപ്പം എൻ്റെ സ്പെഷ്യലി പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്കിതെല്ലാം ഉണ്ട്. ഓരോ വ്യക്തികളെ അപേക്ഷിച്ചിട്ട് എനിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് മാത്രം. ഒരുപക്ഷെ ചിലപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ലാംഗ്വേജ് വേറെ ആയിരിക്കാം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ആയിരിക്കും. ചിലപ്പം സിറ്റുവേഷൻ അനുസരിച്ചും ചിലപ്പം ചേഞ്ച് ആവും. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ പെരുമാറുന്ന ആൾക്കാരായിരിക്കും കൂടുതലും എന്നോടൊപ്പം ഉള്ളത് തന്നെ. അതേപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഒരുപക്ഷെ നമ്മുടെ പാർട്ണറിന്റെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ എൻ്റെ ആഗ്രഹം ഇതാണ്, അതുകൊണ്ട് നീ ഇതിൽ ഒതുങ്ങണം എന്നുള്ളൊരു രീതിയിലായിരിക്കും അവരും വിചാരിക്കുന്നത്. അതും മറ്റുള്ളവർക്ക് അതേ ആഗ്രഹമായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതങ്ങനല്ല. അത് മാഡം സൂചിപ്പിച്ച പോലെ തന്നെ അവരുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പം അവരുടെ ബിഹേവിയർ എന്താണോ, അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ, അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന നല്ല ഒരു പാർട്ണറോ അല്ലെങ്കിൽ നല്ലൊരു പാരന്റോ അല്ലെങ്കിൽ ഏതൊക്കെ സൊസൈറ്റിയിൽ നമ്മൾ ഇടപെടുന്നോ ആ ഇടപെടുന്ന നമ്മുടെ ആൾക്കാർ ആരൊക്കെയാണോ അവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടി നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് ഇതിനോടൊപ്പം ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അതിനെ നല്ലൊരു സെഷൻ ആയിരുന്നു മാഡം. താങ്ക് യു. കമ്മ്യൂണിക്കേഷനോടൊപ്പം ഒബ്സർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പലപ്പോഴും ആൾക്കാർ പറയില്ല, അവർക്ക് എന്താ വേണ്ടിയതെന്ന് അവർ പറയില്ല. സോ നമ്മുടെ ഒരു സ്കില്ലാണ്, നമ്മളത് കണ്ട് മനസ്സിലാക്കി എടുക്കുക, മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. സോ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എല്ലാവരുടെ അടുത്തൊന്നും. ദേ വിൽ നോട്ട്, ലോട്ട് ഓഫ് പീപ്പിൾ വോണ്ട് എക്സ്പ്രസ്. അതിന് പകരം നമുക്ക് മനസ്സിലാക്കി എടുത്തിട്ട് അതിനനുസരിച്ച് പെരുമാറാൻ പറ്റുന്നതാണ് ഏറ്റവും ഐഡിയൽ.
അതെ, ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അവർക്ക് എന്ത് കിട്ടിയാലാണ് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് കവിയ മാം. How are you? ഗുഡ് മോർണിംഗ് കേൾക്കാമോ? പ്രൊഫസർ. ആ ഓക്കെ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആലോചിച്ചൊരു കാര്യമായിരുന്നു സൂസൻ മാം ഇപ്പോൾ പറഞ്ഞത്. കാരണം എവിടെയോ ഞാനിങ്ങനെ വായിച്ചായിരുന്നു, എക്സ്പീരിയൻസ് ചെയ്തിട്ടുമുണ്ട് ലൈഫിൽ. നമ്മൾ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പക്ഷേ അവിടെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പം വെറും ശബ്ദം മാത്രമായി പോകും. ഇറ്റ് മൈറ്റ് ബി ജസ്റ്റ് നോയ്സ്. കാരണം ആ ഒരു ഓപ്പോസിറ്റ് ആക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു കുറവ് വരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ പറയുന്നതും വെറും ശബ്ദം മാത്രം ഇങ്ങനെ നടന്നു പോകുന്ന പോലെയല്ലേ. സോ ഒബ്സർവേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, അതൊക്കെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ റൂട്ടായിട്ട് നിൽക്കുന്നത്. അഫ്കോഴ്സ് വേണം, പക്ഷെ ഇതൊക്കെ ഒരു ഇന്റർലിങ്കിങ് ഉണ്ട് അവിടെ. അവിടെ ചിലപ്പം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദി പേഴ്സൺ എന്നുള്ളതാണ് ചിലപ്പം ഒരു റൂട്ട് കോസ് ആയിട്ട് നിൽക്കുന്നത്. പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴേ. പക്ഷേ എനിവേ ഇറ്റ് ഈസ് എ വെരി ഡീപ്പ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വിഷയമാണ് ലവ് ലാംഗ്വേജ്. നന്നായിട്ട് പറഞ്ഞു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സർ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണല്ലേ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്താലും ഒബ്സർവ് ചെയ്താലും നമുക്ക് അവരെ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഞാനിപ്പോൾ സർ പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്. താങ്ക് യു സർ. എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ആരും അനങ്ങുന്നില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആര് പറയുന്നുണ്ടോ? പറഞ്ഞോളൂ. നമ്മളെപ്പോഴും അഡ്മിനാന്ന് തോന്നുന്നു. ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കൂടെ ഉള്ളവർക്ക് അവർ ആ ഒരു ലവ് ലാംഗ്വേജസ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണല്ലേ. അപ്പൊ അവര് എന്നെ ഒന്ന് കേൾക്കുവോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇത്തിരി നേരം ഇരിക്കുവോ, അല്ലെങ്കിൽ എന്താ പറയാ എൻ്റെ ലൈഫിൽ എനിക്കൊരു ഗിഫ്റ്റ് പോലും വാങ്ങി തന്നിട്ടില്ല എന്നോ, അല്ലെങ്കിൽ എന്നെ ഒരു ഹെൽപ്പ് പോലും ചെയ്തിട്ടില്ല, അല്ല എൻ്റെ കൂടെ നിന്നിട്ടില്ല, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല, അങ്ങനെ ഒരു പരാതി നമ്മുടെ കൂടെയുള്ളവരടുത്ത് നിന്ന് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണല്ലേ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വേണ്ടപ്പെട്ടവരോട്. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് അതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ പറ്റട്ടെ. സജനമ്മ പറഞ്ഞു കേട്ടോ. എന്റെ ലവ് ലാംഗ്വേജ് എന്താണ് എനിക്ക് തോന്നുന്നത് എല്ലാരും ഉണ്ടാവും. പിന്നെ വെച്ച് കഴിഞ്ഞാല് പല സാഹചര്യങ്ങളില് പല ലവ് ലാംഗ്വേജ് നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അതുപോലെ ഇപ്പോ ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും അങ്ങനത്തെ ഇതില്ല. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് പലർക്കും പല സാഹചര്യങ്ങളിൽ പല ലവ് ലാംഗ്വേജ് ആവശ്യമായിട്ട് വരുന്നുള്ളതാണ്. എന്തായാലും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടാ. സംഭവം ഒരു സിമ്പിളായിട്ട് പറയുന്ന ഒരു ബുക്കാണത്. നമ്മളുടെ ബന്ധങ്ങളൊക്കെ റിലേഷനൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയുന്നു. താങ്ക് യു. പല സാഹചര്യങ്ങൾ എന്നുള്ളതിനോടൊപ്പം പല സ്റ്റേജ് ഇൻ ലൈഫിലും അത് മാറി വരും. നമ്മുടെ ഓരോ സ്റ്റേജ് ഇൻ ലൈഫിലും അത് അതിന്റെ പ്രയോറിറ്റികൾ മാറി മാറി വരും. സോ എനിവേ എല്ലാവർക്കും കൂടുതലായിട്ട് വാട്ട് മേക്സ് ദി അതർ പേഴ്സൺ ഹാപ്പി എന്നുള്ളത്, അവരെ ഹാപ്പി ആക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതല്ല. എവ്രിബഡി ഹാസ് ടു മേക്ക് ദംസെൽസ് ഹാപ്പി. ബട്ട് അറ്റ് ദ സെയിം ടൈം വാട്ട് കെൻ വി ഡു ടു മേക്ക് ദ റിലേഷൻഷിപ്പ് ഗോ വെൽ സോ ദാറ്റ് യു ബോത്ത് ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അന്നേരം എല്ലാവരും നല്ല രീതിയിൽ ലവ് ലാംഗ്വേജസ് ഒക്കെ മനസ്സിലാക്കി റിലേഷൻഷിപ്പ് ഒക്കെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ എവ്രിവൺ.
താങ്ക് യു മാം.